നമസ്കാരം. പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ള. പത്തനംതിട്ട ദേവസ്വം ഓഫീസിലേക്ക് മാർച്ച് നടത്തി SDPI. ശബരിമലയിലെ വിഗ്രഹത്തിലെ സ്വർണ്ണപ്പാളി ചെമ്പുപാളിയായി മാറിയതിന് പിന്നിൽ പകൽക്കൊള്ളയാണ് നടന്നതെന്നും ചിലരെ ബലിയാടാക്കി ഉന്നതരെ രക്ഷപ്പെടുത്താനുള്ള ഗൂഢനീക്കമാണ് നടക്കുന്നതെന്നും SDPI സംസ്ഥാന പ്രസിഡന്റ് CPI ലത്തീഫ്. ശബരിമല സ്വർണ്ണപ്പാളി കവർച്ചാ കേസിൽ ദേവസ്വം മന്ത്രി VN വാസവൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പത്തനംതിട്ട ദേവസ്വം ഓഫീസിലേക്ക് SDPI നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തെളിവുകൾ നശിപ്പിക്കുന്നതിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് വൈകിപ്പിച്ചത്. ശബരിമലയിലെ ഭക്തരുടെ വിശ്വാസത്തെ സർക്കാർ ചോദ്യം ചെയ്യുകയാണ്. ഇതിനെതിരായി പ്രതിഷേധങ്ങൾ ഉയർന്നു വരണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മുൻനിർത്തി തട്ടിപ്പിന് നേതൃത്വം നൽകിയ വമ്പന്മാരെ പുറത്തു കൊണ്ടുവരണം. ദേവസ്വം സ്വത്തുക്കൾ പരിപാലിക്കുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകളെല്ലാം കാറ്റിൽ പറത്തി ഇടനിലക്കാരെ നിർത്തിയാണ് സ്വർണം കൊള്ളയടിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറത്ത് കോഴിഫാമിൽ വെള്ളം കയറി 2000 കോഴികൾ ചത്തു. വഴിക്കടവ് മണിമൂളി മേഖലയിലെ കനത്ത മഴയിലാണ് കോഴികൾ ചത്തത്. കലക്കൻ പുഴ നിറഞ്ഞൊഴുകുകയാണ്. ഇതേ തുടർന്ന് സമീപത്തെ കൃഷിയിടങ്ങൾ വെള്ളത്തിൽ മുങ്ങി. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ്. വിവിധ ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ടുകളും ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതേസമയം ഇടുക്കിയിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നതിനാൽ ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാകണമെന്ന് വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലയിലെ അഡ്വഞ്ചർ ടൂറിസത്തിന് നിരോധനവും ഏർപ്പെടുത്തി. വീടിന്റെ വരാന്തയിലിരിക്കുമ്പോൾ ഇടിമിന്നലേറ്റു. യുവതിക്ക് ദാരുണാന്ത്യം. കോഴിക്കോട് പുല്ലാളൂർ പറപ്പാറ ചെരച്ചോറമിത്തൽ സുനീറയാണ് മരിച്ചത്. കോഴിക്കോട് ജില്ലയുടെ പല ഭാഗങ്ങളിലും ശക്തമായ മഴയുണ്ട്. മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ്. പുതുപ്പാടി, കണ്ണപ്പൻകുണ്ട്, കോടഞ്ചേരി, അടിവാര മേഖലകളിലാണ് കനത്ത മഴ പെയ്തത്. മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് പുതുപ്പാടി മണൽവയൽ പാലത്തിന്റെ മുകളിൽ വെള്ളം കയറി. പേരാമ്പ്ര, കൂരാച്ചുണ്ട് മേഖലയിലും മഴ ശക്തമാണ്. മലയോര മേഖലയിലുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. കഴക്കൂട്ടത്ത് ഹോസ്റ്റൽ കയറി പീഡനം. പ്രതിയെ തിരിച്ചറിഞ്ഞതായി സൂചന. ഇതര സംസ്ഥാനക്കാരനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. 50-ലധികം ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘം പ്രതിക്കായി തിരച്ചിൽ നടത്തുകയാണ്. കഴിഞ്ഞ ദിവസമാണ് IT ജീവനക്കാരിയായ 25-കാരിയെ ഹോസ്റ്റൽ മുറിയിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. കഴക്കൂട്ടം ടെക്നോ പാർക്കിന് സമീപമുള്ള ഹോസ്റ്റൽ മുറിയിലായിരുന്നു സംഭവം നടന്നത്. അതിക്രമിച്ചു കയറിയ അജ്ഞാതൻ ഉപദ്രവിക്കുകയും പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. KPCC പുനഃസംഘടന. അതൃപ്തരെ അനുനയിപ്പിക്കാൻ പുതിയ ഫോർമുലയുമായി കോൺഗ്രസ്. അതൃപ്തിയുള്ളവർ നിർദ്ദേശിക്കുന്ന മുഴുവൻ പേരെയും KPCC സെക്രട്ടറിമാരാക്കിയേക്കും. K മുരളീധരനെയും K സുധാകരനെയും ഇക്കാര്യം ബോധ്യപ്പെടുത്തും. ചാണ്ടി ഉമ്മന് ഉയർന്ന പദവി നൽകാനും ആലോചനയുണ്ട്. KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഉടലെടുത്തിരിക്കുന്ന അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കാനും നേതാക്കളെ ഒരുമിപ്പിച്ച് നിർത്താനുമാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം. K മുരളീധരൻ, ചാണ്ടി ഉമ്മൻ, K സുധാകരൻ, VD സതീശൻ എന്നിവരുമായി KPCC നേതൃത്വം ചർച്ചകൾ നടത്തി. അഭിപ്രായ ഭിന്നതകൾ ഉടൻ പരിഹരിക്കാനാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം. ഇതിന്റെ ഭാഗമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സംസ്ഥാനത്തെത്തും. K മുരളീധരനുമായി 22-ന് കോഴിക്കോട് ചർച്ചകൾ നടത്തും. നിലവിലുള്ള അഭിപ്രായ ഭിന്നതകൾ പരിഹരിച്ച് നേതാക്കളെ ഉടൻ കളത്തിലിറക്കാനാണ് നീക്കം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ സംസ്ഥാനത്ത് നേതാക്കൾ തമ്മിലുള്ള വടംവലിയും അഭിപ്രായ ഭിന്നതയും വലിയ തിരിച്ചടിയുണ്ടാക്കുമെന്ന ആശങ്കയിലാണ് ദേശീയ നേതൃത്വം.